ഓം ശാന്തി. ഇന്ന് നമ്മൾ കേൾക്കാനും അനുഭവം ചെയ്യാൻ പോകുന്നത് ആറാമത്തെ അവ്യക്ത സന്ദേശം. स्नेह के रिटर्न की सौगात, പവിത്ര और യോഗി ബനോ. സ്നേഹത്തിൻ്റെ റിട്ടേൺ ഗിഫ്റ്റാണ് പവിത്രരാവൂ, യോഗികളാകൂ. आज जब इस देह और देह के देश से परे अपने सूक्ष्म वतन जिसको ബ്രഹ്മപുരി कहते, ദാദി പറയാണ്, ഇന്ന് എപ്പോഴാണോ ഈ ദേഹം ദേഹത്തിൻ്റെ ലോകത്തിൽ നിന്നും ഉപരിയായി തൻ്റെ സൂക്ഷ്മവദനത്തിൽ, അതിനെ ബ്രഹ്മപുരി എന്നും കൂടി വിളിക്കാറുണ്ട്, വഹാ ഗയി തോ പരമാത്മാ ബാബാനെ ഏക് ദൃശ്യ ദിക്കായ. അവിടെ എത്തിയപ്പോൾ പരമാത്മാവായ ബാബ ഒരു ദൃശ്യം കാണിച്ചു തന്നു. ബഹുത് ബഡി ഏക് ഭീഡ് ദേഖി. ആ ദൃശ്യം കണ്ടത് വലിയൊരു ആൾക്കൂട്ടത്തെ ആയിരുന്നു. ഫിർ ദേഖാ ജൈസെ കോയി ടിക്കറ്റ് ബാंट रहा है और हर एक कोशिश कर रहे हैं कि हमें भी ടിക്കറ്റ് मिले. ആ കൂട്ടത്തിൽ കണ്ടത് ഒരാൾ ടിക്കറ്റ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ പലരും എനിക്കും ടിക്കറ്റ് വേണം, എനിക്കും ടിക്കറ്റ് വേണമെന്ന് തിരക്ക് കൂട്ടിക്കൊണ്ടേയിരുന്നു. लेकिन थोड़े समय में देखा कि कोई कोई को टिकट मिली और कोई कोई टिकट से वंचित रह गए. അല്പസമയം കഴിഞ്ഞപ്പോൾ കണ്ടത് ചിലർക്ക് ടിക്കറ്റ് ലഭിച്ചു, എന്നാൽ ചിലർ ടിക്കറ്റ് കിട്ടാതെ വഞ്ചിക്കപ്പെട്ടു. जिनको टिकट मिली वे दिल ही दिल में हर्षित रहे. ആർക്ക് ടിക്കറ്റ് കിട്ടിയിരുന്നുവോ അവർ മനസ്സുകൊണ്ട് തൃപ്തരും സന്തുഷ്ടരുമായിരുന്നു. और जिन्हें नहीं मिले वो एक दो को देखते रहे. കിട്ടാത്തവർ പരസ്പരം നോക്കിക്കൊണ്ടിരുന്നു. वो टिकट कहाँ की थी, उस पर एक दूसरा दृश्य देखा. എന്നാൽ ആ ടിക്കറ്റ് എവിടത്തേക്കുള്ള ടിക്കറ്റ് ആയിരുന്നു എന്നുള്ളത് മറ്റൊരു ദൃശ്യത്തിൽ ബാപ്ദാദ കാണിച്ചു. एक बड़ा सुंदर दरवाज़ा था जो अचानक खुला. മറ്റൊരു ദൃശ്യത്തിൽ കണ്ടത് വളരെ സുന്ദരമായ വലിയൊരു വാതിൽ, അത് അപ്രതീക്ഷിതമായി തുറക്കപ്പെട്ടു. जिनों के पास टिकट थी वे तो दरवाज़ों के अंदर चले गए. ആരുടെ അരികിലാണോ ടിക്കറ്റ് ഉണ്ടായത് അവർ ആ വാതിൽ കടന്നുപോയി. और जिनके पास टिकट नहीं थी वे बड़े ही पश्चाताप से देख रहे थे. എന്നാൽ ആരുടെ പക്കലാണോ ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല അവർ വളരെ പശ്ചാത്താപത്തോടുകൂടി ആ വാതിൽ കടന്നു പോകുന്നവരെ നോക്കിക്കൊണ്ടിരുന്നു. ഉസ് ദർവാസെ പർ ലിഖാ ഹുവാ താ സ്വർഗ കാ ദ്വാർ. ആ വാതിൽ മുകളിൽ എഴുതി വെച്ചിരുന്നു സ്വർഗത്തിലേക്കുള്ള കവാടം. बाबा ने रहस्य सुनाया कि परमात्मा बाप सभी बच्चों द्वारा सत्युगी नई सृष्टि स्वर्ग में चलने की टिकट दिला रहे हैं. ബാബ്ദാദ ആ ടിക്കറ്റിൻ്റെ രഹസ്യം വെളിപ്പെടുത്തി. അതായത് ബാബ്ദാദ പരമാത്മ എല്ലാ മക്കൾക്കും സത്യുഗി പുതിയ സൃഷ്ടി സ്വർഗത്തിലേക്ക് പോകുവാനുള്ള टिकट നൽകിക്കൊണ്ടിരുന്നു. परंतु कई बच्चे सोच रहे हैं कि अब नहीं बाद में लेंगे. ബാബ ടിക്കറ്റ് വിതരണം ചെയ്തപ്പോൾ ചില കുട്ടികൾ ചിന്തിച്ചുകൊണ്ടേയിരുന്നു, ഇപ്പോൾ വേണ്ട, പിന്നീടൊരിക്കൽ വാങ്ങിക്കാം. लेकिन ऐसा ना हो कि ये टिकट मिलना बंद हो जाए और स्वर्ग में जाने से वंचित रह जाए. പക്ഷേ ബാബ പറഞ്ഞു, ആർക്കും തന്നെ ടിക്കറ്റ് കിട്ടാതെ പോകരുത്, ടിക്കറ്റ് വിതരണം ചെയ്യുന്നത് നിന്ന് പോകരുത്. കാരണം ആരും സ്വർഗത്തിലേക്ക് പോകാൻ വഞ്ചിക്കപ്പെടുന്നവരാകരുത്. ബാബാ ने कहा, कई आत्माएं सुनती है सोचती है ये कार्य क्या चल रहा है. ചില ആത്മാക്കൾ കേട്ടുകൊണ്ടിരുന്നു, എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
तो बाप दादा बच्चों प्रति यही शिക്ഷ दे रहे हैं. ഇപ്പോൾ ബാപ്ദാദ എല്ലാ കുട്ടികൾക്കും ഈ ശിക്ഷണമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. अब सोचते सोचते अपने भाग्य को गवा ना दो. ആ രീതിയിൽ ചിന്തിച്ച് ചിന്തിച്ച് നിങ്ങളുടെ ഭാഗ്യത്തെ നഷ്ടപ്പെടുത്തല്ലേ. फिर दूसरी सीन देखी. അത് കഴിഞ്ഞ് മറ്റൊരു സീൻ മുന്നിൽ വന്നു. നദി ബഹ് രഹി തി. അതിൽ ദാദി കണ്ടത് ഒരു പുഴ ഒഴുകിക്കൊണ്ടിരുന്നു. ഉസ് നദി മേ ദൂർ ദൂർ സേ കൈ ലോഗ് ആകർ സ്നാൻ കർ രഹേ തെ. ആ നദിയിൽ വളരെ അകലെ നിന്നും വന്ന് ജനങ്ങൾ സ്നാനം ചെയ്തുകൊണ്ടിരുന്നു. കൈ ഫിർ വഹാ ഹി നസ്ദീക് തെ. ചില മനുഷ്യർ ആ നദിക്കരയിൽ തന്നെ താമസിക്കുന്നവരായിരുന്നു. ലേക്കിൻ നഹാ നഹി രഹത്തെ. എന്നാൽ അവരാരും തന്നെ ആ നദിയിൽ അതോ പുഴയിൽ വന്ന് കുളിക്കാറില്ല. ബൽക്കി ഉൻസെ നസ്ദീക് രഹനെ വാലോं से कई पूछ रहे थे कि നദി കഹാ ഹെ. എന്നാൽ ആ നദിയുടെ പക്കൽ താമസിക്കുന്നവരോട് അകലെ നിന്ന് വന്നവർ ചോദിക്കുമായിരുന്നു, ആ പുഴ അഥവാ നദി എവിടെയാണ്? ഹം ജാക്കർ സ്നാൻ കരെ. ഞങ്ങൾ അവിടെ കുളിക്കാൻ വന്നവരാണ്. ലേക്കിൻ ജോ നദി നസ്ദീക് രഹനെ വാലേ തെ ഉनको നദി മേ സ്നാൻ കർനെ കാ മഹത്വ നഹീ ത. ആ നദിയുടെ അരികിൽ താമസിക്കുന്നവർക്ക് ആ നദിയിൽ കുളിക്കുന്നതിൻ്റെ മഹത്വത്തെക്കുറിച്ച് അറിയുമായിരുന്നില്ല. और जो प्यासे थे उनको भी उस प्यास का मूल्य कम कराते थे. കൂടാതെ ആരാണോ ആ നദിയിൽ കുളിക്കാൻ വേണ്ടി ദാഹിച്ചു വന്നിരിക്കുന്നത് അവർക്ക് പോലും ഈ നദിയുടെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ഇവരെ കൊണ്ട് സാധിക്കുമായിരുന്നില്ല. फिर बाबा ने कहा कि बच्ची ये जो ज्ञान गंगा है गंगा के नज़दीक वाले अबू निवासी हैं. പിന്നീട് ബാബ ദാദിയോട് ആ ദൃശ്യത്തെക്കുറിച്ച് വിവരിച്ചു കൊടുത്തു. കുട്ടി, ഇത് ജ്ഞാനഗംഗയാണ്. ഈ ജ്ഞാനഗംഗയുടെ പ്രദേശവാസികളാണ് ഈ അബു നിവാസികൾ. ദൂർ ദൂർ സേ ആക്കർ തോ ഇസ്മേ സ്നാൻ കർത്തെ. ഈ മധുബന ഭൂമിയിൽ വളരെ അകലെ നിന്നും വന്ന് സ്നാനം ചെയ്യുന്നവരുണ്ട്. ലേക്കിൻ യഹാ വാലെ ഇസ് മഹത്വ കോ നാ ജാൻ ഉൻകോ ടാൽ ദേത്തെ ഹെ. എന്നാൽ ഇവിടെ താമസിക്കുന്നവർക്ക് ഇതിൻ്റെ മഹത്വത്തെ അറിയാതെ ആരാണോ അകലെ നിന്ന് വന്ന് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത് അവർക്ക് ഇതിൻ്റെ മഹത്വം പറഞ്ഞു കൊടുക്കാൻ പറ്റാതാകുന്നു. അതിനെ അവർ തള്ളിക്കളയുന്നു. തോ കഹാ ഐസെ നാ ഹോ കി ഇസ് ഭൂൽ മേ രഹ ജായേ. അതുകൊണ്ട് ഇതുപോലെ ആരും തന്നെ തെറ്റിദ്ധരിക്കപ്പെടരുത്. इसलिए बाप दादा के सब बच्चे हैं, बल आज्ञाकारी बच्चे नहीं हैं, फिर भी बच्चों को बाबा को प्रिय है. അതുകൊണ്ട് ബാപ്ദാദ പറയാണ്, ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാവരും എൻ്റെ മക്കളാണ്. ചിലപ്പോൾ ആജ്ഞാകാരികളല്ലാത്ത മക്കളുമുണ്ട്. എന്നിരുന്നാലും ബാബയ്ക്ക് എല്ലാവരോടും വളരെയധികം സ്നേഹം തന്നെയാണ്. तो बच्चों को बाबा शिक्षा देते कि ये अमूल्य समय है. എന്നിട്ടും ബാബ എല്ലാ മക്കൾക്കും ശിക്ഷണം നൽകുകയാണ്, മക്കളെ ഇത് അമൂല്യമായ സമയമാണ്. जो ज्ञान गंगा में नहाने को मिल रहा है वो कभी गवा ना देना. ഈ സമയം ഏതാണോ ജ്ഞാനഗംഗയിൽ കുളിക്കാനുള്ള അവസരം ലഭിച്ചിരിക്കുന്നത് അതിനൊരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഇന്ന് നമുക്കറിയാം, മധുബന ഭൂമിയിലേക്ക് പോകണമെന്ന് വിചാരിച്ചാൽ പോലും എല്ലാവിധ ഫെസിലിറ്റീസ്, എല്ലാവിധ സംവിധാനം ഉണ്ടായിട്ടും അവിടെ തന്നെ ട്രെയിൻ പോയി ഇറങ്ങാൻ പറ്റുന്ന അവസരമുണ്ട്, അതോ ഫ്ലൈറ്റിൽ പോകാനുണ്ട്. പക്ഷേ ഇന്ന് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. പഴയ ആത്മാക്കൾ പോലും ഈ വർഷമല്ല അടുത്ത വർഷം പോകാം പലവിധ ഒഴിവുകൾ പറഞ്ഞ് മാറി നിന്നവരുണ്ട്. എന്നാൽ ഇപ്പോൾ നോക്കി, നമുക്ക് ഒന്ന് അവിടെ പോകണമെന്ന് വിചാരിച്ചാൽ പോലും ആ ത്യാഗത്തിൻ്റെയും തപസ്സിൻ്റെ ഭൂമിയിലേക്ക് കാലുവെക്കാൻ സാധിക്കാതിരിക്കുന്നു.
അതാണ് ഇവിടെ ബാബ്ദാദ സൂചിപ്പിച്ചിരിക്കുന്നത്. फिर थोड़े समय में देखा कि कईयों ने तो स्नान किया, कईयों ने जल को भरकर रखा. അല്പസമയം കഴിഞ്ഞപ്പോൾ അവിടെ കണ്ട ദൃശ്യം ഇതായിരുന്നു. ചിലവർ ആ ജ്ഞാനഗംഗയിൽ കുളിച്ചു, ചിലവർ ആ വെള്ളത്തെ ശേഖരിക്കുകയായിരുന്നു. लेकिन कुछ समय के बाद नदी ने रास्ता पलटा दिया. അല്പസമയത്തിന് ശേഷം ആ നദി വഴിമാറി ഒഴുകാൻ തുടങ്ങി. जिन्होंने ना नहाया ना भरकर रखा है वे औरों से एक एक बूंद मांग रहे थे. ആരാണോ ജ്ഞാനഗംഗയിൽ കുളിക്കാതിരുന്നത്, ജ്ഞാനത്തിൻ്റെ ജലം നിറച്ചു വയ്ക്കാതിരുന്നത്, അവർ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു തുള്ളി ജ്ഞാനത്തിനായി കൈനീട്ടിക്കൊണ്ടിരുന്നു, അതിനായി വിഷമിച്ചുകൊണ്ടിരുന്നു. तो बाबा ने कहा ये समय अभी आने वाला है. ബാബ ഓർമ്മപ്പെടുത്തി, നോക്കൂ കുട്ടി, ഇപ്പോൾ ഇത്തരത്തിലുള്ള സമയം മുന്നിൽ വരാനിരിക്കുന്നു. फिर बाबा ने सभी बच्चों के प्रति एक महामंत्र की सौगात दी. പിന്നീട് ബാബ എല്ലാ കുട്ടികൾക്കും വേണ്ടിയും ഒരു മഹാമന്ത്രത്തെ സമ്മാനമായി നൽകി. ബാബ बोले, एक तो मुझे परम पिता की याद में रहो और अपने जीवन को पवित्र और योगी बनाओ. ബാബ പറഞ്ഞു, ഒന്നാമത് ഒരു പരംപിത പരമാത്മാവായ എൻ്റെ ഓർമ്മയിലിരിക്കുക, പിന്നീട് പവിത്രരാവുക, യോഗികളാവുക. യഹി ബാപ്ദാദാ സ്നേഹ കെ റിട്ടേൺ മേ മഹാമന്ത്ര കി സൗഗാത് സബീ കോ ദി. ദാദി പറയുകയാണ്, ഇതായിരുന്നു ബാപ്ദാദ മക്കളുടെ സ്നേഹത്തിൻ്റെ റിട്ടേണായി ആ മഹാമന്ത്രത്തെയാണ് ഗിഫ്റ്റായി നൽകിയത്. അന്ന് 1969 ബാബ ഇത് മക്കളോട് പറഞ്ഞ കാര്യം. എന്നാൽ ഇന്ന് നമ്മൾ ബ്രാഹ്മണർ അതേ അനുഭൂതിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കണം, ബാബയുടെ ഓരോ മഹാവാക്യവും ബ്രാഹ്മണ ജീവിതത്തിന് അത്രമേൽ മഹത്വപൂർണമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബാബയുടെ ഓരോ മഹാവാക്യത്തെയും നമ്മുടെ ജീവിതമാക്കി മാറ്റേണ്ടത് ആവശ്യമാണ്. ഓം ശാന്തി.